ഹായ് സുഹൃത്തുക്കളെ, കേരള വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ പരീക്ഷയുടെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാം. തൊട്ട് മുന്നേ നടന്ന പരീക്ഷയുടെ ചോദ്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക, ഏത് തരത്തിലുള്ള ഏത് ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തുടങ്ങിയവയൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ മീറ്റർ റീഡർ പരീക്ഷയ്ക്കായിട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അപ്ലൈ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ കൊടുക്കുക. പ്ലംബർ ട്രേഡ് ആണ് ബേസിക്കലി ഇതിനു വേണ്ടി നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. ഐപ്ലസിന്റെ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഐപ്ലസിന്റെ കോഴ്സിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് പഠിച്ചു തുടങ്ങാം. നേരത്തെ പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ലെഡ് ആൻഡ് ടിൻ കണ്ടെയ്നിങ് ഇൻ എ കോമൺ സോൾഡർ? ഒരു കോമൺ സോൾഡറിൽ ലെഡിന്റെ ടിന്നിന്റെ റേഷ്യോ എന്തൊക്കെയാണ്? അപ്പൊ സോൾഡർ എന്ന് പറയുന്ന ആ ഒരു സോൾഡറിൽ അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ് ഏതൊക്കെയാണ്? ലെഡും ടിന്നും. അതൊരു അലോയ് ആണല്ലേ സോൾഡർ. അപ്പൊ അത് ലെഡും ടിന്നും ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതിന്റെ റേഷ്യോ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ 1:1, 1:2, 2:1, 1:3. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? എന്താണെങ്കിലും 1:2 2:1 1:3 ഒന്നും അല്ല. ഓപ്ഷൻ എ 1:1 തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ 60%, 40% എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഒക്കെ വന്നില്ല. പക്ഷെ അങ്ങനൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് റേഷ്യോസ് ആണ് മറ്റു ഓപ്ഷനിലേക്ക് കൊടുത്തിട്ടുള്ളത്. 50-50 കോമൺ സോൾഡർ ആയതുകൊണ്ട് തന്നെ അവിടെ 50-50 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് 1:1 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അലോയ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്രാസ് കോപ്പറിന്റെയും സിങ്കിന്റെയും മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് ബ്രാസ് എന്ന് പറയുന്നത്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപ്പറും ടിന്നും ആണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ ഈ ഒരു കോളത്തില് ഈ രണ്ടാമത്തെ ഇത് നോക്കാതെ ലെഫ്റ്റ് സൈഡിലുള്ളത് മാത്രം ഒന്ന് നോക്കിയ ശേഷം നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കുക. ബ്രാസ്, ബ്രോൺസ്, റോൾഡ് ഗോൾഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ, സോൾഡർ, ഗൺ മെറ്റൽ, നിക്രോം, ജർമ്മൻ സിൽവർ, നിക്കൽ സ്റ്റീൽ, ഇത്രയും അലോയ്സിന്റെ കണ്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പറയാൻ ശ്രമിക്കുക. അതിനുശേഷം ഇപ്പുറത്തെ നമ്മുടെ എന്തൊക്കെയാണ് മിക്സർ എന്നുള്ള ആൻസർ നോക്കുക. ബ്രോൺസിൻ്റെത് കോപ്പറും ടിന്നും ആണ്. റോൾഡ് ഗോൾഡ്, കോപ്പർ ആൻഡ് അലൂമിനിയം. യൂഷ്വലി അതങ്ങനെ നമ്മൾ ചോദിക്കാറില്ല. സ്റ്റെയിൻലെസ് സ്റ്റീൽ നോക്കണം. അയൺ, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നുള്ളവയാണ്. സോൾഡർ എന്ത് വെച്ചാൽ ഉണ്ടാക്കുന്ന ലെഡും ടിന്നോട് ചേർത്തിട്ടാണ്. ഗൺമെറ്റൽ അത് ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറും ടിന്നും സിങ്കും ലെഡും ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഗൺമെറ്റൽ വരുന്നത്. നിക്രോം എന്താണ്? നിക്കല്, ക്രോമിയം, മാംഗനീസ്, അയൺ. ഇത്രയാണ്. ദെൻ നിക്കൽ സ്റ്റീൽ, അയൺ ആൻഡ് നിക്കൽ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അലോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് അലോയ്സ് എന്നുള്ളത്. മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ചോദ്യമാണ് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്ര? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഓരോ മെറ്റൽസിന്റെ പ്രധാനപ്പെട്ട മെറ്റൽസിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് അറിഞ്ഞിരിക്കണം. 327°C, 1083, 648, 215. കോപ്പർ ആണെന്ന് ഓർക്കുക. ഇതിൽ ഏതാണ്? ഇത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും. കാരണം ഇതിനകത്ത് ഈ ഒരു റേഞ്ച് 1000-ന് മുകളിലുള്ള റേഞ്ചിലാണ് ഈ കോപ്പറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒക്കെ വരുന്നത്. അപ്പൊ ആൻസർ ഏത് തന്നെ വരും? ഓപ്ഷൻ ബി 1083°C എന്നുള്ളതാണ്. അലൂമിനിയത്തിന്റെ എത്രയായിരുന്നു? 660. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിഗ്രി-സെൽഷ്യസിലാണ്, ഫാരൻ ഹീറ്റിലോ ഒന്നുമല്ല, ഡിഗ്രി-സെൽഷ്യസിലാണ്. 660°C ആണ് അലൂമിനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ബ്രാസ് റെഡ് ഹോട്ടാവാൻ 990 മുതൽ 1025 വരെ, യെല്ലോ കളർ ആവാൻ 905 മുതൽ 932 വരെ. റോട്ടയന്റെ മെൽറ്റിംഗ് പോയിന്റ് 1482 മുതൽ 1593 വരെ. റോട്ടയൺ ആണ് ഇതിനകത്ത് ഈ പറഞ്ഞ അയണിന്റെ കൂടിയ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള വേർഷൻ എന്ന് പറയുന്നത്. കാസ്റ്റ് അയണിന്റെ മെൽറ്റിംഗ് പോയിന്റ് 1127 മുതൽ 1204 വരെ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 1510°C ആണ്. കാർബൺ സ്റ്റീൽ ആണെങ്കിലോ 1371 മുതൽ 1540°C വരെയാണ്. ടൈറ്റാനിയത്തിനാണ് ഈ പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടിയ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. 1670°C ആണ് ടൈറ്റാനിയത്തിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റുകളുടെ. ഇതൊക്കെ നമ്മുടെ നിമിയിൽ കൊടുത്തിരിക്കുന്ന ആ വാല്യൂസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം, കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് ഈസ് നോട്ട് ലെസ് ദാൻ. ഇതൊക്കെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാട്ടോ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഇത്രയിൽ കുറയാൻ പാടില്ല. ഇത് പലപ്പോഴായിട്ട് പല പരീക്ഷകൾ, പ്ലംബറിന്റെ പരീക്ഷകളിലും സിവിലുമായിട്ട് റിലേറ്റ് ചെയ്ത പരീക്ഷകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. ഈ ബ്രിക്കിന്റെ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. ഈ ചോദ്യം വന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്? 35 kg/cm², 70 kg/cm², 105, 140. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഇത് നമ്മൾ പലപ്പോഴായിട്ട് പഠിക്കുന്നതാണ്. 105 kg/cm² ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി 105 kg/cm². ഇതിനെ മറ്റൊരു വാല്യൂവിലും എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഒന്നുകിൽ 105 kg/cm² എന്ന് പറയും, അല്ലെങ്കിൽ 10.10 Nm/mm². Nm/mm² ആണെങ്കിൽ 10 എന്ന് പറയും. kg/cm² ആണെങ്കിൽ 105 kg/cm. അതായത് Nm/mm² നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ kg/cm². ഇനി സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിലോ അത് 7.5 Nm/mm² താഴെ ആവണം എന്നുള്ളതാണ്.
ഈ വാല്യൂസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദ മിക്സ്ചർ ഓഫ് സിമെന്റ് സാൻഡ് അഗ്രിഗേറ്റ് ആൻഡ് വാട്ടർ ഈസ് കാൾഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ, ആർക്കും ഒരു മാർക്ക് കിട്ടുന്ന ഒരു ചോദ്യം. കോൺക്രീറ്റ്, മോർട്ടാർ, മിക്സ്ചർ, ഗ്രൗട്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ പറയണോ? ആൻസർ പറയേണ്ട കാര്യമില്ല. വാട്ടർ, സിമെന്റും സാൻഡും അഗ്രിഗേറ്റും വാട്ടറും എല്ലാം കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോൺക്രീറ്റ് കിട്ടും അല്ലേ? കോൺക്രീറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ മെയിൻ പാർട്ട് ഓഫ് ഗള്ളി ട്രാപ്പ്. അപ്പൊ ട്രാപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഗള്ളി ട്രാപ്പിലെ മെയിൻ പാർട്ട് ഏതാണ്? ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, വാട്ടർ സീൽ, ഗ്രേറ്റിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഈ പറഞ്ഞ സാനിറ്ററി ഫിറ്റിംഗ്സിൽ വരുന്ന സംഗതിയാണ് ഈ ഗള്ളി ട്രാപ്പ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഏതാണ്? നമ്മൾ ക്ലോസറ്റിനോട് ചേർന്നൊക്കെ നമ്മൾ ഘടിപ്പിക്കുന്ന സംഗതിയാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട പാർട്ട് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതാ കറക്റ്റ് ആൻസർ? ഇൻലെറ്റ്, ഔട്ട്ലെറ്റ്, വാട്ടർ സീൽ, ഗ്രേറ്റിംഗ് എന്നൊക്കെ ഉള്ളത് ഏതാണ്? ഈ 4 ഓപ്ഷനിൽ ഏതാണെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഈ സാനിറ്ററി ഫിറ്റിംഗ്സ്, സാനിറ്ററി അപ്ലയൻസസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചോദ്യങ്ങൾ ഈ പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും പഠിക്കേണ്ട സാധനമാണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ടത് വാട്ടർ സീലാണ്. വാട്ടർ സീൽ ഇതാണ് ഈ പറഞ്ഞ ഗള്ളി ട്രാപ്പിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം. വാട്ടർ സീലാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ദെൻ ആറാമത്തെ ചോദ്യം, സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ഏതാണ്? ഈ തന്നിരിക്കുന്നതിൽ സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് സ്ക്രൂ ത്രെഡുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. പൈപ്പ് ത്രെഡിലെ സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് BSW ത്രെഡ് ആണോ, BSP ത്രെഡ് ആണോ, BA ത്രെഡ് ആണോ, BAP ത്രെഡ് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? BSW, BSP, BA, BAP. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നിങ്ങൾ നോക്കുക. BSP ത്രെഡ് ആണ് ഇതിനകത്ത് ഏറ്റവും എന്താണ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് നമ്മൾ പറയുന്നത്. BSP ത്രെഡ് ആണ്. BSP ത്രെഡ് എന്താണ്? ഓരോ ത്രെഡുകളും സ്ക്രൂ ത്രെഡിലെ വിവിധ B ത്രെഡുകളുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് BSW എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിറ്റ്വർത്ത് ത്രെഡ്, ജനറൽ പർപ്പസ് ഫാസ്റ്റനിങ് ത്രെഡ് ആണ് ഈ പറഞ്ഞ BSW ത്രെഡ് എന്ന് പറയുന്നത്. BSF ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്ന ത്രെഡാണ് BSF എന്ന് പറയുന്നത്. BSP ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ്, അത് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗിലാണ് BSP ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റാൻഡേർഡ് ത്രെഡ് എന്ന് പറയുന്നത്. ദെൻ BA ബ്രിട്ടീഷ് അസോസിയേറ്റ് ത്രെഡ്, അതേതാണ്? ചെറിയ സ്ക്രൂസിൽ, അതായത് ഇലക്ട്രിക്കൽ അപ്ലയൻസസിലും പിന്നെ വാച്ചിന്റെ സ്ക്രൂളിലും സയന്റിഫിക് അപ്പാരറ്റസിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന ചെറിയ സ്ക്രൂസിലാണ് BA ത്രെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ അടുത്ത സെഷനുകളിലായിട്ട് കാണാം. അപ്പോൾ I+ന്റെ കോഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പറഞ്ഞ മീറ്റർ റീഡറിന്റെ കോഴ്സ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. PYQ ഡിസ്കഷൻസും ടെസ്റ്റുകളും ഒക്കെ ആയിട്ട് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് കോഴ്സായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.